നമ്മൾ ആദ്യം തൊടുപുഴയിലേക്കാണ് പോകുന്നത്. തൊടുപുഴ കോഓപ്പറേറ്റീവ് ലോ കോളേജിൽ വിദ്യാർത്ഥികൾ ആത്മഹത്യാ ഭീഷണി മുഴക്കിയുള്ള സമരം നടത്തുകയാണ്. 15ഓളം വിദ്യാർത്ഥികളാണ് കോളേജ് കെട്ടിടത്തിന്റെ മുകളിൽ കയറി നിൽക്കുന്നത്. കോളേജിലെ മാർക്ക് ദാനവുമായി ബന്ധപ്പെട്ട് സമരം ചെയ്ത വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ചാണ് കുട്ടികളുടെ ഭീഷണി. ഫയർഫോഴ്സും പോലീസും സംഭവ സ്ഥലത്തേക്ക് തിരിച്ചു. വിദ്യാർത്ഥിനികൾ അടക്കമുള്ളവരാണ് കോളേജ് കെട്ടിടത്തിന് മുകളിൽ കയറി നിൽക്കുന്നത്. പരീക്ഷയുടെ തലേന്ന് മുഖ്യ അധ്യാപക എങ്ങനെ പ്രിൻസിപ്പളായിട്ട് വന്നു വിവരങ്ങളുമായി സാഗർ ചേരുന്നു തൊടുപുഴയിൽ നിന്നും. സാഗർ, കഴിഞ്ഞ ദിവസം ഇവർ വലിയ പ്രതിഷേധം നടത്തിയിരുന്നു മാർക്ക് ദാനവുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ് വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കി സ്കൂൾ കെട്ടിടത്തിന് മുകളിൽ, കോളേജ് കെട്ടിടത്തിന് മുകളിൽ കയറി നിൽക്കുന്നത്? നിലവിൽ തൊടുപുഴ കോഓപ്പറേറ്റീവ് ലോ കോളേജിലെ വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെയുള്ള 30ഓളം വിദ്യാർത്ഥികളാണ് കോളേജിന്റെ മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി ഉയർത്തി മുദ്രാവാക്യം വിളിയുമായി നിൽക്കുന്നത്. ഇന്നലെ ഈ കോളേജിൽ പ്രതിഷേധം, പ്രിൻസിപ്പൽ ഉപരോധിക്കുന്ന പ്രതിഷേധം വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ചിരുന്നു. അധ്യാപകരുടെ ഇഷ്ടക്കാർക്ക് ഇന്റേണൽ മാർക്ക് അധികമായി നൽകിയെന്ന് ആരോപിച്ചായിരുന്നു കോഓപ്പറേറ്റീവ് ലോ കോളേജിലെ വിദ്യാർത്ഥികൾ ഇന്നലെ പ്രിൻസിപ്പളെ ഉപരോധിച്ചത്. ഈ ക്രമക്കേട് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട വിദ്യാർത്ഥി സംഘടനകൾ ഉൾപ്പെടെയുള്ളവർ MG യൂണിവേഴ്സിറ്റിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് ആ സ്ഥിതിഗതികൾ മാറി. ഇന്നലെ സമരം നടത്തിയ 9ഓളം വിദ്യാർത്ഥികളെ ഇന്ന് സസ്പെൻഡ് ചെയ്തു. ഈ സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധിച്ചും ഇന്നലെ ഉപരോധം നടത്തിയ കാര്യത്തിൽ തീരുമാനമാകാത്തതിൽ പ്രതിഷേധിച്ചുമാണ് വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെയുള്ള 30ഓളം കുട്ടികൾ ഇന്ന് വൈകുന്നേരത്തോടുകൂടി കോഓപ്പറേറ്റീവ് ലോ കോളേജിന്റെ കെട്ടിടത്തിന്റെ മുകളിൽ കയറി നിന്ന് ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നത്. ഇപ്പോൾ ഈ സ്ഥലത്ത് പോലീസും ഫയർഫോഴ്സും അടക്കമുള്ളവർ എത്തിയിട്ടുണ്ട്. താഴെ ഫയർഫോഴ്സ് അടക്കം വല വിരിച്ച് വിദ്യാർത്ഥികൾക്കായി വല വിരിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളെ ആരെങ്കിലും താഴെ വീണാൽ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം ഒരു നീക്കം ഫയർഫോഴ്സ് നടത്തിയിട്ടുള്ളത്. എന്നാൽ ഈ കാര്യത്തിൽ ഇതുവരെ വിദ്യാർത്ഥികളുമായി സംസാരിക്കുവാനോ പ്രശ്നം ഒത്തുതീർപ്പിനോ മാനേജ്മെന്റ് ശ്രമിക്കുന്നില്ല എന്നാണ് വിദ്യാർത്ഥികളുടെ ആരോപണം. ഇന്ന് രാത്രി 12 മണിവരെ ഇവർ സമയം നൽകുമെന്നാണ് വിദ്യാർത്ഥികൾ സമയം നൽകുമെന്നാണ് മുകളിൽ നിന്ന് ഭീഷണി ഉയർത്തുന്നത്. 12 മണിക്ക് ശേഷവും കാര്യത്തിന് തീരുമാനമായില്ലെങ്കിൽ ഇവർ എല്ലാ വിദ്യാർത്ഥികൾ താഴേക്ക് ചാടും എന്നാണ് വിദ്യാർത്ഥികൾ ഭീഷണി ഉയർത്തുന്ന. സ്ഥലത്ത് പോലീസും ഫയർഫോഴ്സും അടക്കമുള്ളവർ എത്തിയിട്ടുണ്ട്. കൂടാതെ പ്രിൻസിപ്പളെ സസ്പെൻഡ് ചെയ്യുക, സസ്പെൻഡ് ചെയ്ത വിദ്യാർത്ഥികളെ തിരിച്ചെടുക്കുക, കൂടാതെ ഹോസ്റ്റലിൽ അടക്കം അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നില്ല. വിദ്യാർത്ഥികൾ മാനേജ്മെന്റിന് വേണ്ടപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മാത്രം സൗകര്യങ്ങൾ കൂടുതൽ നൽകുന്നു തുടങ്ങിയ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ, ഈ 30ഓളം വിദ്യാർത്ഥികൾ കെട്ടിടത്തിന് കോളേജ് കെട്ടിടത്തിന് മുകളിൽ കയറി നിന്ന് ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നത്. സാഗർ, ഈ സമരത്തിന്റെ തുടക്കം ഈ മാർക്ക് വിവാദവുമായി ബന്ധപ്പെട്ടായിരുന്നല്ലോ. കോളേജിലെ ഇഷ്ടമുള്ള അധ്യാപകർക്ക് ഇഷ്ടമുള്ള വിദ്യാർത്ഥികൾക്ക് ഇന്റേണൽ മാർക്ക് കൂടുതൽ കൊടുക്കുന്നു, ഇവർക്ക് കിട്ടുന്നില്ല എന്നതായിരുന്നല്ലോ ആദ്യത്തെ തുടക്കം ഈ സമരത്തിന്റെ. ആ സമരത്തോടുള്ള അവിടുത്തെ കോളേജ് അധികൃതരുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? അതായത് 1ാം സെമസ്റ്റർ LLB പരീക്ഷയുടെ ഫലം വന്നതോടെയാണ് വിദ്യാർത്ഥികൾ സമരവുമായി ഇന്നലെ രംഗത്തിറങ്ങിയത്. ഈ പരീക്ഷയിൽ മാനേജ്മെന്റിന് വേണ്ടപ്പെട്ട വിദ്യാർത്ഥിക്ക് മാർക്ക് അധികം നൽകി, മാർക്ക് ദാനത്തിൽ ക്രമക്കേടുണ്ട്, ഈ ഇത്തരം ആരോപണം കൊണ്ട് ഉന്നയിച്ചാണ് ഇന്നലെ വിദ്യാർത്ഥികൾ രംഗത്ത് വന്നത്. 50% കുറവ് ഹാജരുള്ള വിദ്യാർത്ഥിക്കാണ് ഇന്റേണൽ മാർക്ക് മുഴുവൻ നൽകി റാങ്ക് നേടാൻ സഹായിച്ചു എന്നാണ് വിദ്യാർത്ഥി സംഘടനകൾ ഉൾപ്പെടെ ഇന്നലെ ആരോപിച്ചത്. ഈ പ്രശ്നത്തിൽ പരിഹാരം ആവശ്യപ്പെട്ടാണ് വിവിധ വിദ്യാർത്ഥി സംഘടനകൾ സംയുക്തമായി ഇന്നലെ പ്രതിഷേധിക്കുകയും പ്രിൻസിപ്പളെ ഉപരോധിക്കുകയും ചെയ്തത്. ഇന്നലെ ഈ സമരം നടത്തിയ വിദ്യാർത്ഥികളിൽ 7 പേരെ റാങ്കിംഗ് കേസ് ഉൾപ്പെടെ കള്ളക്കേസുകൾ ചുമത്തി സസ്പെൻഡ് ചെയ്യുകയായിരുന്നു. ഇന്നലെ സമരം നടത്തിയ കാര്യത്തിൽ തീരുമാനമാകാതെ വരികയും കൂടാതെ മാനേജ്മെന്റിനെതിരെ സമരം നടത്തിയവരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് ഇന്ന് വിദ്യാർത്ഥി സംഘടനകൾ, നിരവധി വിദ്യാർത്ഥി സംഘടനകൾ ഉൾപ്പെടെയുള്ളവർ, വിദ്യാർത്ഥിനികൾ അടക്കമുള്ളവർ ഈ കോളേജിന് മുകളിൽ കയറി. ഇപ്പോൾ ഏകദേശം 30ഓളം പേരാണ് ഈ കോളേജ് കെട്ടിടത്തിന് മുകളിൽ കയറി ഇന്ന് ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നത്. കാര്യത്തിന് തീരുമാനമായില്ലെങ്കിൽ, ഇവർ ഉന്നയിക്കുന്ന കാര്യങ്ങൾക്ക് തീരുമാനമായില്ലെങ്കിൽ താഴേക്ക് ചാടുമെന്നാണ് ഇവർ ഭീഷണി മുഴക്കുന്നത്. ഇത്തരത്തിൽ താഴേക്ക് ചാടുവാനായിട്ട് ഇവർ ടെറസിന് മുകളിൽ കയറി കാല് ചെയ്തും താഴേക്കിട്ടാണ് പല വിദ്യാർത്ഥികളും ഇരിക്കുന്നത്. കനത്ത വെയിലാണ്. ഇത്തരത്തിൽ തടയിറങ്ങി വല്ലതും മറ്റും താഴെ വീണാൽ ഇവരെ പിടിച്ചു നിർത്തുന്നതിനായിട്ടാണ് ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ളവർ താഴെ വല വിരിച്ച് കാത്തു നിൽക്കുന്നത്. 2 യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. അധികം പോലീസും സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതുവരെ മാനേജ്മെന്റായി വിദ്യാർത്ഥികൾ സംസാരിക്കുവാൻ ഇതുവരെ മാനേജ്മെന്റ് ഇവരെ സമീപിച്ചിട്ടില്ല. എന്തായാലും
എന്തായാലും പ്രിൻസിപ്പൽ സമരം തുടങ്ങിയപ്പോൾ ആ സമരത്തിന് കാരണമായത് ഈ മാർക്ക് ദാനമായിരുന്നല്ലോ. ആ സമയത്ത് അവർ ഈ സ്കൂൾ അധികൃതർ, കോളേജ് അധികൃതർ അത് നിഷേധിച്ചിരുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, ഇന്റേണൽ മാർക്കിൽ അത്തരത്തിലൊരു ഒത്തുകളിയും നടന്നിട്ടില്ല എന്ന് അവർ നിഷേധിച്ചിരുന്നു ആ കാര്യങ്ങളൊക്കെ. അക്കാര്യത്തിൽ ഇവർ ഇന്നലെ ഉന്നയിച്ച് സമരം നടത്തിയപ്പോൾ ഇക്കാര്യത്തെ കുറിച്ച് അന്വേഷണം നടത്തി ഒരാഴ്ചക്കകം മറുപടി പറയാമെന്ന നിലപാടാണ് മാനേജ്മെന്റ് സ്വീകരിച്ചത്. എന്നാൽ ഈ മാനേജ്മെന്റ് ആരും വിദ്യാർത്ഥികളുമായി നേരിട്ട് സമരം നടത്തിയില്ല. പോലീസാണ് ഇന്നലെ വന്ന് ഇതിന് മധ്യസ്ഥതയ്ക്ക് നിന്ന് സമരം നടത്തിയത്. ഈ പോലീസുകാരോടാണ് മാനേജ്മെന്റ് ഒരാഴ്ചക്കുള്ളിൽ തീരുമാനമാക്കാം എന്ന് ഉറപ്പ് നൽകിയത്. എന്നാൽ തീരുമാനമാക്കുന്നതിന് മുമ്പ് തന്നെ ഈ പ്രിൻസിപ്പൽ ഈ കുട്ടികളെ ഇന്ന് സസ്പെൻഡ് ചെയ്താണ് ഇത്തരം ഒരു വലിയൊരു വിഷയത്തിലേക്ക് ഇന്ന് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചത്. ഇപ്പോൾ നിലവിൽ പ്രിൻസിപ്പൽ കോളേജിലുണ്ടെങ്കിലും ഈ വിദ്യാർത്ഥികളുടെ പ്രതിനിധികളുമായോ ആരുമായോ സംസാരിക്കുവാനോ ചർച്ച ചെയ്യുവാനോ ഒന്നിനും ഇതുവരെ തയ്യാറായിട്ടില്ല. ഇപ്പോൾ സ്ഥലത്ത് പോലീസ് എത്തിയിട്ടുണ്ട്. പോലീസും പ്രിൻസിപ്പാളുമായി മറ്റും ചർച്ച നടക്കുന്നുണ്ട്. ഒന്നുകിൽ സസ്പെൻഡ് ചെയ്ത വിദ്യാർത്ഥികളുടെ ആ സസ്പെൻഷൻ മരവിപ്പിക്കാം എന്നൊരു നിലപാട് മാത്രമാണ് പ്രിൻസിപ്പൽ എടുത്തത് എന്നറിയുന്നു. എന്നാൽ ആ ഒരു കാര്യത്തിൽ വിദ്യാർത്ഥികൾ അത് കൂട്ടാക്കുന്നില്ല. സസ്പെൻഡ് ചെയ്ത വിദ്യാർത്ഥികളെ തിരിച്ചെടുക്കണം എന്ന് തന്നെയാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. അക്കാര്യത്തിൽ തീരുമാനമാകുന്നതുവരെ ഇവർ കെട്ടിടത്തിന് മുകളിൽ തന്നെ നിൽക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇതിനൊപ്പം ഇപ്പോൾ ഇവർ മറ്റാവശ്യങ്ങൾ കൂടി ഉന്നയിക്കുന്നു എന്നാണല്ലോ സാഗർ മനസ്സിലാക്കുന്നത്. അതെന്തൊക്കെയാണ്? ഈ കോളേജുമായി ബന്ധപ്പെട്ട് മറ്റെന്തൊക്കെ ആവശ്യങ്ങളാണ് വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നത്? തീർച്ചയായും കോളേജ് വിദ്യാർത്ഥികൾ സമരം നടത്തുവാൻ കാരണം ഈ മാർക്ക് ദാനത്തിലുള്ള ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ടാണ് സമരം തുടങ്ങിയതെങ്കിലും ഇപ്പോൾ ഇവർ ആത്മഹത്യ ഭീഷണിയുമായി നിന്നപ്പോഴാണ് മറ്റു കാര്യങ്ങൾ പറയുന്നത്. അതായത് ഹോസ്റ്റലിൽ അടിസ്ഥാന സൗകര്യമില്ല, ക്യാൻറ്റീനിൽ സൗകര്യമില്ല. ഈ ഭക്ഷണം നൽകുന്നതിലെല്ലാം അടിസ്ഥാന സൗകര്യങ്ങളോ മറ്റ് സംവിധാനങ്ങളോ ഏർപ്പെടുത്തിയിട്ടില്ല. പണം അടയ്ക്കുന്നതിനുള്ള ഒരു ഭക്ഷണമോ കാര്യങ്ങളോ മറ്റു ഇവർക്ക് നൽകുന്നില്ല. ഹോസ്റ്റലിലും അതേ രീതിയിലാണ് സ്ഥിതി, ദയനീയമാണ്. തുടങ്ങിയ നിരവധി കാര്യങ്ങൾ ഇവർ ഉന്നയിക്കുന്നുണ്ട്. ഇതിനെല്ലാം തീരുമാനമായതിനു ശേഷം മാത്രമേ ഇവർ താഴെ ഇറങ്ങൂ എന്നാണ് അറിയിച്ചിട്ടുള്ളത്. വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെയുള്ളവരാണ് ഇപ്പോൾ ഈ കെട്ടിടത്തിന് മുകളിൽ കയറി നിന്ന് ഇത്തരത്തിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നത്. ഏകദേശം 1 മണിക്കൂറോളമായി ഇവർ ഇത്തരത്തിൽ മുകളിൽ കയറി നിന്ന് സമരം നടത്തുന്നു. എന്നാലും കാര്യത്തിന് ഇതുവരെ യാതൊരു തീരുമാനവും ആയിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുന്നത്. അതാണ് സാഗർ, ഈ സ്ഥലത്തേക്ക് ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ട്, താഴെ വല വിരിച്ചിട്ടുണ്ട് ഇവർക്കായിട്ട് എന്ന് പറഞ്ഞു. പോലീസ് അവിടേക്ക് എത്തിയിട്ടുണ്ടോ? ഈ അധികൃതരുമായി സംസാരിക്കുകയോ കുട്ടികളെ അനുനയിപ്പിച്ച് താഴെ ഇറക്കാൻ അങ്ങനെ ഒരു നീക്കം അവിടെ നടക്കുന്നില്ല അല്ലേ? അത്തരത്തിലൊരു നീക്കം വിദ്യാർത്ഥികൾ ഇന്നലെ തൊടുപുഴ പോലീസ് സ്ഥലത്തെത്തി വിദ്യാർത്ഥികൾക്കെതിരെ നടപടി എടുക്കില്ല എന്ന് ഉറപ്പ് നൽകിയിട്ടാണ് പോയതെന്നാണ് വിദ്യാർത്ഥികൾ പറഞ്ഞത്. അപ്പോൾ ഇപ്പൊ എന്തായാലും പോലീസ് സ്ഥലത്തെത്തി ഇവരോട് ഈ സംസാരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷെ മുകളിലേക്കുള്ള വാതിൽ ഇവർ അടച്ചിരിക്കുകയാണ്. 3-ാം നിലയുടെ മുകളിലേക്ക് കയറുന്ന വാതിൽ വിദ്യാർത്ഥികൾ കയറിയതിനു ശേഷം അവിടെ നിന്ന് പൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പൊ നിലവിൽ വിദ്യാർത്ഥികളും പ്രതിഷേധം തുടരുന്ന സാഹചര്യം താഴെ പ്രിൻസിപ്പളും പോലീസുമായി ചർച്ച നടക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ തീരുമാനമായാൽ മാത്രമേ ഇനി പ്രിൻസിപ്പൽ വന്ന് നേരിട്ട് കാര്യങ്ങൾ പറയാൻ മാത്രമേ മുകളിലേക്കുള്ള വാതിൽ തുറന്നു കൊടുക്കൂ എന്നാണ് വിദ്യാർത്ഥികൾ, മുകളിൽ കയറിയിരിക്കുന്ന വിദ്യാർത്ഥികൾ നിലപാടെടുക്കുന്നത്. കോളേജുമായി ബന്ധപ്പെട്ട അധികാരികൾ ആരെങ്കിലും ഇവരായിട്ട് പ്രധാനമായും പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ളവർ ഇവരുമായി സംസാരിച്ചാൽ മാത്രം ഇക്കാര്യത്തിൽ തീരുമാനമാകൂ എന്നാണ് വിദ്യാർത്ഥികൾ അറിയിച്ചിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് നിലവിൽ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ ഈ വിദ്യാർത്ഥികൾ നിൽക്കുന്നിടം അത്ര സുരക്ഷിതമല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് അല്ലെ? ഈ കുട്ടികൾ എത്രയും പേരുണ്ട് അവിടെ, 1-2 ചൂടുണ്ട് നേരത്തെ സാഗർ പറഞ്ഞതുപോലെ. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു അപകടം വരാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് എത്രയും വേഗം കുട്ടികളെ താഴേക്കിറക്കാനുള്ള നടപടികൾ അവിടെ ആവശ്യമുണ്ടല്ലേ? തീർച്ചയായും അത്തരമൊരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. ആദ്യം ഫയർഫോഴ്സ് ഒരു വല മാത്രമാണ് വിരിച്ചത്. എന്നാൽ വെയിൽ ശക്തമാവുകയും വിദ്യാർത്ഥികൾ ഈ കെട്ടിടത്തിന് മുകളിൽ കയറി നിന്ന് കാല് പുറത്തേക്കിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. ശക്തമായ വെയിലാണ്. ഇതിലാരെങ്കിലും ഏതെങ്കിലും കാരണവശാൽ താഴേക്ക് വീഴുകയാണെങ്കിൽ അവരെ സംരക്ഷിക്കുവാനായിട്ട് അടുത്ത ഫയർഫോഴ്സ് യൂണിറ്റ് കൂടി എത്തി അടുത്ത വല കൂടി വിരിച്ചിട്ടുണ്ട്. എന്നാൽ വിദ്യാർത്ഥികൾ ഈ കെട്ടിടത്തിന്റെ തന്നെ മുകളിൽ അപ്പുറത്തെ സൈഡിലേക്ക് ഇപ്പോൾ നീങ്ങിയിട്ടുണ്ട്. ഇവർ തീരുമാനമാകാതെ യാതൊരു കാരണവശാലും താഴേക്ക് ഇറങ്ങില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ്. താഴെ പോലീസുമായി ഇപ്പോൾ ചർച്ച നടക്കുന്നുണ്ട്. എന്നാലും വിദ്യാർത്ഥികൾക്ക് നേരിട്ട് മാനേജ്മെന്റ്, സ്കൂൾ പ്രിൻസിപ്പാളോ കോളേജ് പ്രിൻസിപ്പാളുമായി ചർച്ച നടത്തി ഒരു തീരുമാനമാകാതെ താഴെ ഇറങ്ങില്ലെന്നാണ് വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. ആദ്യ സമരമായി ഏകദേശം 10-ൽ താഴെ ആളുകൾ മാത്രമാണ് എത്തിയതെങ്കിൽ ഇപ്പോൾ 30ഓളം പേരാണ് ഇപ്പോൾ കോളേജിന് മുകളിലേക്കുള്ളത്. ഫയർഫോഴ്സിന്റെ ആംബുലൻസ്, പോലീസ്, ഫയർഫോഴ്സ്, മറ്റ് അധികൃതർ എല്ലാം തന്നെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. വിദ്യാർത്ഥി പ്രതിനിധികളും മാനേജ്മെന്റുമായി പോലീസുമായി ചർച്ച നടക്കുന്ന ഒരു സാഹചര്യം ഇതുവരെ എത്തിയിട്ടില്ല. പോലീസുമായി മാത്രമാണ് കോളേജ് അധികൃതർ ചർച്ച നടത്തുന്നത്. എന്നാൽ വിദ്യാർത്ഥികളുമായി നേരിട്ട് ചർച്ച നടത്തി കാര്യങ്ങൾക്ക് തീരുമാനമാക്കാതെ താഴെ ഇറങ്ങില്ലെന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വിദ്യാർത്ഥികൾ. അതാണ് തൊടുപുഴ ലോ കോളേജിലാണ് ഇത്തരത്തിൽ, കോപ്പറേറ്റീവ് ലോ കോളേജിലാണ് ഇത്തരത്തിൽ ആത്മഹത്യാ ഭീഷണിയുമായി 30ഓളം വിദ്യാർത്ഥികൾ കോളേജ് കെട്ടിടത്തിന് മുകളിൽ നിലയുറപ്പിച്ചിരിക്കുന്നത്. പ്രിൻസിപ്പൽ സസ്പെൻഡ് ചെയ്ത ആളുകളെ തിരിച്ചെടുക്കാതെ തങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങളെല്ലാം
ശരിവെക്കാതെ താഴേക്കിറങ്ങില്ല എന്ന നിലപാടിലാണ് അവർ ഉറച്ചു നിൽക്കുന്നത്. രാത്രി 12 മണി വരെയാണ് അവർ സമയം അനുവദിച്ചിരിക്കുന്നത് ഈ കോളേജ് അധികൃതർക്ക്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, ഈ ഇത്രയധികം വിദ്യാർത്ഥികൾ ഒരു കെട്ടിടത്തിന് മുകളിൽ നിൽക്കുന്നു. അകത്തേക്കുള്ള വാതിൽ അവർ അടച്ചിരിക്കുകയാണ്, മുകളിലേക്കുള്ള വാതിൽ അവർ അടച്ചിരിക്കുകയാണ്. താഴെ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഉണ്ട്, ഒന്നിലധികം ഫയർഫോഴ്സ് യൂണിറ്റുകൾ അവിടേക്ക് എത്തിയിരിക്കുന്നു. വിദ്യാർത്ഥികൾക്കായി അവരെ സുരക്ഷിതമാക്കുന്നതിനായി താഴെ വല വിരിച്ച് തയ്യാറായി നിൽക്കുകയാണ് അവിടെ ഫയർഫോഴ്സ്. അതേസമയം പോലീസും പ്രിൻസിപ്പലുമായി സംസാരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഈ വിദ്യാർത്ഥികളെ അനുനയിപ്പിച്ച് താഴെ എത്തിക്കുന്നതിനുള്ള നടപടികൾ എത്രയും വേഗം വേണമെന്നാണ് സാഗർ അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം വെയിലുണ്ട്, ആ സ്ഥലം അത്ര സുരക്ഷിതമല്ല, വിദ്യാർത്ഥികൾ കാലടക്കം താഴേക്കിട്ട് പ്രകോപനം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആർക്കും പരിക്കേൽക്കാതെ ഒരു അപകടവും ഉണ്ടാകാതെ മുഴുവൻ വിദ്യാർത്ഥികളെയും താഴെ ഇറക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് പ്രിൻസിപ്പൽ അങ്ങോട്ടേക്ക് എത്തി അവരോട് നേരിട്ട് സംസാരിച്ചാൽ മാത്രമേ അവർ താഴേക്ക് ഇറങ്ങുകയുള്ളൂ. അവരുടെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കണമെന്നാണ് പറയുന്നത്. മാർക്ക് ദാനവുമായി ബന്ധപ്പെട്ടാണ് കോപ്പറേറ്റീവ് ലോ കോളേജിൽ ഇത്തരത്തിലൊരു വലിയ പ്രതിഷേധമുണ്ടായത്. ഇഷ്ടക്കാർക്ക് ഇന്റേണൽ മാർക്ക് നൽകുന്നു, 50% പോലും മാർക്കില്ലാത്ത വിദ്യാർത്ഥികൾക്ക് ഇന്റേണൽ മാർക്ക് മുഴുവനായി ഇട്ടുകൊടുത്ത് റാങ്ക് നേടാനുള്ള സൗകര്യമൊരുക്കുന്നു എന്ന വലിയ ആരോപണം, ഗുരുതരമായ ആരോപണമാണ് വിദ്യാർത്ഥികൾ ഉന്നയിച്ചത്. അതേസമയം അതിൽ അന്വേഷണം നടത്താമെന്ന് പറയുകയും ഈ സമരം ചെയ്ത വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യുന്ന നടപടിയാണ് കോളേജിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇതാണിപ്പോൾ അവരെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. അക്കാര്യത്തിലാണിപ്പോൾ അവർക്ക് എതിർപ്പുണ്ടായിരിക്കുന്നത്. ഈ സസ്പെൻഷനിലായ വിദ്യാർത്ഥികളെ തിരിച്ചെടുക്കുക, ഒപ്പം ഹോസ്റ്റലിലെ അവരുടെ പരിമിതികളെല്ലാം നീക്കുക എന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ ഇപ്പോഴും ആ കെട്ടിടത്തിന് മുകളിൽ നിൽക്കുകയാണ്.